ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശോഭ പാറുവിനോട് മാപ്പ് പറഞ്ഞ ശേഷമാണ് തിരിച്ച് പ്രിയനെയും കൂട്ടി പോകുന്നത്. ആ സമയത്ത് നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് കാണണം, പാറു നാളെ അമ്പലത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷത്തോടു കൂടി മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ച് പ്രിയനോടൊപ്പം പോകുന്നത്. അപ്പോൾ പ്രിയനാണെങ്കിൽ അമ്മ പാറുവിനോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിറ്റേ ദിവസം രാവിലെ പാർവതിയുടെ അമ്മയോട് ലക്ഷ്മി, ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോവുകയാണ്. അപ്പോൾ മോള് ശ്രദ്ധിച്ചു പോയിട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞു വിടും കേട്ടോ. അങ്ങനെ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ രുദ്രപ്രതാപനും ഉണ്ണിയും കൂടി ബൈക്കിൽ വന്ന് ലക്ഷ്മിയുടെ തൊട്ടരികിൽ വന്ന് നിർത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പേടിച്ചു പോവാണ്. അപ്പോൾ എന്താടാ, നിനക്ക് കണ്ണില്ലേ? അപ്പോൾ രുദ്രപ്രതാപൻ പറയാണ്, അല്ല ലക്ഷ്മി എവിടേക്കാണാവോ രാവിലെ തന്നെ പോകുന്നത്? അപ്പോൾ ലക്ഷ്മി ദേഷ്യത്തിൽ പറയണ, അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, വഴിയിൽ നിന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ നീ വിവരം അറിയും. അപ്പോൾ രുദ്രപ്രതാപൻ ഉണ്ണിയോട് പറയണ, അല്ല ലക്ഷ്മിയുടെ സംസാരത്തിൽ ഇപ്പോൾ നല്ല ധൈര്യവും അഹങ്കാരവും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഉണ്ണി പറയണ, അതെങ്ങനെ വരാതിരിക്കും, കണ്ടക്ടർ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പോവല്ലേ, പോരാഞ്ഞിട്ട് അനിയത്തി ലക്ഷങ്ങളല്ലേ സമ്പാദിച്ച് അയച്ചു കൊടുക്കുന്നത്, അപ്പോൾ പിന്നെ അഹങ്കാരം ഇല്ലാതിരിക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ. അപ്പോൾ രുദ്രപ്രതാപൻ ഉണ്ണിയോട് പറയണ, അല്ല ഇവളുടെ അഹങ്കാരം ആ കണ്ടക്ടർ വന്ന് അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകും എന്ന് കരുതിയിട്ടല്ലേ, അപ്പോൾ പിന്നെ ആ കണ്ടക്ടർ വരാതിരുന്നാൽ എന്ത് ചെയ്യും, വിവാഹം മുടങ്ങില്ലേ? അത് കേട്ടപ്പോൾ ഉണ്ണി പറയണേ, എനിക്ക് വേണ്ടി അണ്ണൻ ഇങ്ങനെ ഒരു സഹായം ചെയ്താൽ ഞാൻ ജീവിതകാലം മുഴുവനും അണ്ണൻ്റെ കാൽ ചുവട്ടിൽ കഴിയും എന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ രുദ്രപ്രതാപൻ, എന്താ ഉണ്ണി നീ കാണിക്കുന്നത്, എനിക്കറിയാലോ നിന്നെക്കുറിച്ച് നല്ലതുപോലെ. അപ്പോൾ ഉണ്ണി പറയണേ, അല്ല എൻ്റെ പേരിലുള്ള സ്ഥലം ഞാൻ അണ്ണൻ്റെ പേരിൽ എഴുതി തരാം. അപ്പോൾ രുദ്രപ്രതാപൻ പറയണ, നിന്റെ പേരിൽ ആ സ്ഥലം എഴുതി തന്നത് ഞാനല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഒരു സംസാരം, മിണ്ടാതിരുന്ന ഉണ്ണി എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് കാറിൽ വന്ന് കൈലാഷും ഭൂമിക മേഡവും വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ രുദ്രപ്രതാപനും ഉണ്ണിയും കാണുമ്പോൾ ഇവരെന്താ രാവിലെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങുന്നത്? എന്നിട്ട് കൈലാഷിനോട് രുദ്രപ്രതാപ, ആരിത്, മുതലാളിയോ, എന്താ നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഭൂമിക പതിയെ പറയുകയാണ് കൈലാഷിനോട്, നല്ല കാര്യത്തിന് വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഇവനെ പോലെയുള്ളവനെ കാണേണ്ടി വന്നല്ലോ, ഇവനെന്താ ഇവിടെ എന്ന് അവർ രണ്ടുപേരും പരസ്പരം പറയട്ടോ. അങ്ങനെ ഒരു മൈൻഡും ചെയ്യാതെ അവർ രണ്ടുപേരും പോകുന്ന സമയത്ത്, അല്ല നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്, അവിടെ നിൽക്ക്, ടൈലർ കമ്പനി മുതലാളി എന്താ രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. അപ്പോൾ ഭൂമിക കൈലാഷിനോട് പറയണേ, ഇവരോട് നമുക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, നീ വാ കൈലാഷ് എന്ന് പറഞ്ഞ് അകത്ത് പോകുമ്പോൾ വീണ്ടും രുദ്രപ്രതാപൻ തടയുകയാണ്. അപ്പോൾ ഉണ്ണി പറയണേ, എൻ്റെ അണ്ണൻ ചോദിച്ചതിനുള്ള മറുപടി കൊടുക്കാതെ നിങ്ങളെന്താ ഒരു മൈൻഡും ചെയ്യാതെ പോകുന്നത്, പഠിപ്പുണ്ടായാൽ മാത്രം പോരാ, മര്യാദ കൂടി വേണം. അപ്പോൾ കൈലാഷ് പറയണേ, സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല, മര്യാദ ഇല്ലാത്ത നിങ്ങളോട് എനിക്ക് മര്യാദ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല, അതാദ്യം പഠിച്ചിട്ട് വാ. അപ്പോൾ ഉണ്ണി പറയണേ, ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങളോട് മോശമായി സംസാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ജീവനോടെ നീയൊന്നും ഇവിടെ നിന്നും പോവില്ല എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ നിന്നെയൊക്കെ വെറുതെ വിട്ടത് തെറ്റായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, അപ്പോൾ പിന്നെ ഒന്നുകൂടി നമുക്ക് ഏറ്റുമുട്ടാം, വാട ഇവിടെ എന്ന് പറഞ്ഞ് കൈലാഷ് ഉണ്ണിയുമായിട്ട് തല്ലൂടാൻ പോകുന്ന സമയത്ത് ഭൂമിക തടയുകയാണ്. എന്തിനാണ് കൈലാഷ് ഇവരോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം കളയുന്നത്? അപ്പോൾ രുദ്രപ്രതാപൻ പറയണേ, നിങ്ങളോടൊക്കെ കുറച്ചുകൂടി മാന്യമായി സംസാരിച്ചത് ജനകമാമയെ കാണാൻ വേണ്ടി നിങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും തനിച്ചാണോ വന്നിട്ടുള്ളത്, അതോ എൻ്റെ ഭാവി ഭാര്യയാവാൻ പോകുന്ന പാർവതി കൂടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതോടുകൂടി കൈലാഷിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് എന്താടാ നീ പറഞ്ഞത് എന്നും പറഞ്ഞ് രുദ്രപ്രതാപനുമായിട്ട് തഴക്കുണ്ടാക്കുകയാണ്. എന്നിട്ട് കഴുത്തിൽ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കൈലാഷ്. അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് ജനകനും ദേവകിയും കൂടി പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവർ രണ്ടുപേരെയും മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് രുദ്രപ്രതാപനോട് പറയണേ, എൻ്റെ വീട്ടിലേക്ക് വന്നവരോട് മോശമായി സംസാരിക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളല്ല പ്രശ്നമുണ്ടാക്കിയത്, ഈ നിൽക്കുന്ന ബനി മുതലാളിയാണ്. അപ്പോൾ ജനകം പറയണേ, എന്തിനാണ് മോനെ നീ ഇവരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? അപ്പോൾ ദേവകി പറയണേ, ഇവരാവില്ല, ഇവൻ തന്നെ ആയിരിക്കും തുടക്കമിട്ടിട്ടുണ്ടാവുക, എന്തിനാടാ നീ എപ്പോഴും ഞങ്ങളുടെ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്, എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്, നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങളുടെ വീടിനെ ചുറ്റിപ്പറ്റി വന്നാൽ നിന്റെ കാല് തല്ലി ഒടിക്കും എന്ന് പറയുമ്പോൾ ജനകം പറയണേ, ദേവകി നീ ഒന്നും മിണ്ടാതിരിക്കും, മോനെ കൈലാഷ്, മാഡം നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കുക,
എന്നിട്ട് ജനകം രുദ്രപ്രതാപനോട് ഉണ്ണിയോട് പറയണം, മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ ജനകൻ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് കൈലാഷും ഭൂമികയും ദേവകിയോടും ജനകനോടും കൂടി സംസാരിക്കണം. അപ്പോൾ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന രുദ്രപ്രതാപനോട് ഉണ്ണി പറയണ, അല്ല ഇവനെ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആളുകളെ വിളിച്ച് ഇവനെ തല്ലി ഓടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വരട്ടെ, ആദ്യം ഇവൻ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്, അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ആളുകളെ വിളിക്കലേ എന്ന് പറഞ്ഞ് രുദ്രപ്രതാപൻ ഉണ്ണിയെയും കൂട്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് കൈലാഷിനും ഭൂമിക്ക് ചായ കൊടുക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത്, ഭക്ഷണമൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം, ആദ്യം ഞങ്ങൾ പറയാൻ വന്ന കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക, എൻ്റെ കൈലാഷിന് പറയാനുള്ള കാര്യം നിങ്ങളോട് പറയണം, അതിനാണിപ്പോൾ ഞങ്ങൾ വന്നത് എന്ന് ഭൂമിക പറയട്ടോ. അങ്ങനെ കൈലാഷ് പറയാനുള്ള വാക്കുകൾ പറയാൻ ഒരുങ്ങണം. ഈ സമയം അമ്പലത്തിലേക്ക് പാർവതിയും പ്രിയനും ശോഭയും ദർശനമൊക്കെ എത്തുകയാണ്. ശോഭ എല്ലാവരുടെയും പേരിൽ അർച്ചനയൊക്കെ കഴിക്കാൻ കേട്ടോ. എന്നിട്ട് ഓരോരുത്തരും മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുന്നത്, പ്രിയൻചേട്ടൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പ് മാറിയത് അതിന് കാരണം ദേവിയാണെന്നുള്ളത് എനിക്കറിയാം. എന്നെ മരുമകളായി സ്വീകരിക്കാനുള്ള മനസ്സ് ദേവി പ്രിയൻചേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. എൻ്റെ ചേച്ചിയുടെ കല്യാണം നല്ലതുപോലെ എനിക്ക് നടത്താൻ കഴിയണം, അത് കഴിഞ്ഞ് എൻ്റെ വിവാഹവും നല്ലതുപോലെ ദേവി നടത്തി തരണം എന്നൊക്കെയാണ് പാർവതി മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്. ഈ സമയം പ്രിയ മനസ്സിൽ ചിന്തിക്കുന്നത്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പാറു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും ഞാൻ ഒരിക്കലും പാറുവിനെ കൈവിട്ട് കളയില്ല. ഇനി അമ്മ ഞങ്ങളെ അംഗീകരിക്കണം, ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം അമ്മ നടത്തി തരണം എന്നൊക്കെയാണ് പ്രിയം പ്രാർത്ഥിക്കുന്നത്. ഈ സമയം ശോഭ മനസ്സിൽ ചിന്തിക്കുന്നത്, പാറുവിനെ പോലത്തെ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി, ഞാൻ പാർവതിയോട് ചെയ്ത ദ്രോഹമെല്ലാം എനിക്ക് പുറത്തു തരണം. ഞാൻ പാർവതിയെ മനസ്സറിഞ്ഞ് എൻ്റെ മരുമകളായി സ്വീകരിക്കുന്നത് പോലെ പാർവതിയുടെ വീട്ടുകാരും എൻ്റെ പ്രിയനെ അവർ മരുമകനായി സ്വീകരിക്കണേ എന്നൊക്കെയാണ് ശോഭ പ്രാർത്ഥിക്കുന്നത്. ഈ സമയം ദർശനം മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഏട്ടനും പാർവതിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രണയം ഒന്നു ചേരാൻ വേണ്ടി അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും ഒരു തടസ്സവും കൂടാതെ അവരുടെ രണ്ടുപേരുടെയും വിവാഹം എത്രയും പെട്ടെന്ന് ദേവി നടത്തി തരാൻ സഹായിക്കണേ എന്നൊക്കെയാണ് ദർശന പ്രാർത്ഥിക്കുന്നത്. പിന്നീട് രുദ്രപ്രതാപൻ മുക്തയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്താണാവോ പെട്ടെന്ന് കൈലാസ് സാറും ഭൂമിക മേഡവും ഇവിടേക്ക് വന്നിരിക്കുന്നത് പാർവതിയുടെ അച്ഛനെ കാണാൻ വേണ്ടി? അപ്പോൾ പെട്ടെന്ന് മുക്ത അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ രുദ്രപ്രതാപൻ പറഞ്ഞത്, എന്തിനാണ് അവർ അങ്ങോട്ട് വന്നത്? അപ്പോൾ രുദ്രപ്രതാപൻ പറയുന്നത്, അല്ല ഞാൻ മേഡത്തിനോട് വിളിച്ച് ചോദിച്ചത് അവരെന്തിനാണ് വന്നത് എന്ന് മേഡത്തിന് അറിയുമെന്ന് കരുതിയിട്ടാണ്, എന്നിട്ടിപ്പോൾ എന്നോടാണോ ചോദിക്കുന്നത്? മുക്ത പറയണേ, സത്യമായിട്ടും എനിക്കറിയില്ല, അവര് ഭൂമിക മേഡത്തിനോടൊപ്പം കൈലാഷ് പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞു, പക്ഷെ എവിടേക്കാണെന്നുള്ളത് അറിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി എന്തിനാണ് കൈലാഷ് അവിടെ വന്നത് എന്നുള്ളത്. അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന സമയത്ത് പാർവതിയുടെ അച്ഛനോട് അവന് കൈലാഷിന് പാർവതിയെ ഇഷ്ടമാണ്, വിവാഹം കഴിച്ചു തരുമോ എന്നുള്ളത് ചോദിക്കാൻ ഒരുങ്ങിയതാണ്, പക്ഷെ അന്ന് അത് നടന്നില്ല. ഇപ്പോൾ അവൻ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാർവതിയുടെ അച്ഛനുമായിട്ട് പാർവതിയെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാനാണ് വന്നിട്ടുണ്ടാവുക. ഒരു കാരണവശാലും അത് ഒരിക്കലും നടക്കരുത്, അതിന് രുദ്രപ്രതാപം സമ്മതിക്കരുത്, അവളുടെ അച്ഛനോട് ഒരിക്കലും അതിനെക്കുറിച്ച് സമ്മതിക്കാൻ രുദ്രപ്രതാപൻ സമ്മതിക്കരുത്. കൈലാഷ് ഒരു തവണ പാർവതിയോട് പറഞ്ഞതാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന്, പക്ഷേ പാർവതി അത് സമ്മതിച്ചില്ല. അത് കേട്ടപ്പോൾ രുദ്രപ്രതാപൻ ഞെട്ടിപ്പോവാണ്. എന്ത്, പാർവതി സമ്മതിച്ചില്ല എന്നോ? കൈലാഷിനെ പോലത്തെ പണക്കാരനായ ഒരു പയ്യനെ വേണ്ട എന്നാണോ പാർവതി പറഞ്ഞത്? അത് എന്ന് ചോദിച്ചപ്പോൾ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഞാൻ രുദ്രപ്രതാപനോട് പറഞ്ഞോളാം, ഇപ്പം തൽക്കാലം ഞാൻ പറയുന്ന ജോലി ചെയ്യും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കൈലാഷിൻ്റെ അമ്മയോട് എനിക്ക് കൈലാഷിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ മരുമകളായി എന്നെ അംഗീകരിച്ചത് തന്നെ. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും, അതുകൊണ്ട് ഒരിക്കലും പാർവതിയുടെ അച്ഛൻ ഒരിക്കലും സമ്മതം കൊടുക്കരുത് കൈലാഷിന്, അതോടുകൂടി ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. ഇപ്പോൾ രുദ്രപ്രതാപൻ പറയണ, മാഡം ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട, ഒരിക്കലും അവർ സമ്മതം കൊടുക്കില്ല, പാർവതിയെ വിവാഹം ചെയ്യാൻ കൈലാഷിന് ഒരിക്കലും സമ്മതം പാർവതിയുടെ അച്ഛൻ ജനകനമ്മാവൻ കൊടുക്കില്ല, അതിന് ഞാൻ നോക്കിക്കോളാം, എന്നിട്ട് ഞാൻ മാഡത്തിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കണം. എന്നിട്ട് ഉണ്ണിയോട് പറയണേ, എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല, ജനകനമ്മാവൻ പാർവതിയെ വളർത്തിയത് ഒരിക്കലും കാശിനോട് ആർത്തിയില്ലാത്ത മക്കളായിട്ടാണ്
കഷ്ടപ്പെട്ടാണ് അവരെയൊക്കെ വളർത്തിയിട്ടുള്ളത്. എന്തായാലും പാർവതിയെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വാ, നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഉണ്ണിയും രുദ്രപ്രതാപനും പോവണം. ഈ സമയം അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ശോഭ പാർവതിയുടെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കണം. അമ്മയുടെ ആ മാറ്റം കാണുന്ന പ്രിയനും ദർശനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ പാർവതിയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ സമയം പാർവതിയുടെ അച്ഛനോട് ജനകനോട് ഭൂമിക സംസാരിക്കുകയാണ്. ഞങ്ങൾ ഇവിടേക്ക് വന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് കൈലാഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് കേട്ടപ്പോൾ ജനകൻ പറയണേ, കൈലാഷിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ളൂ. നല്ലൊരു പയ്യനാണ്. പണം ഒരുപാടുണ്ടെങ്കിലും പഠിപ്പും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു അഹങ്കാരവും ഇല്ലാത്ത, ഒരു ജാടയും ഇല്ലാത്ത നല്ല മകനാണ്. കേട്ടപ്പോൾ ഭൂമികയ്ക്കും കൈലാഷിനും സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് ദേവയ്ക്ക് ചോദിക്കാൻ, അല്ല എന്താപ്പോൾ കൈലാഷിനെ കുറിച്ച് സംസാരിക്കാൻ, ഈ മോനെക്കുറിച്ച് പറയാൻ എന്താപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ കാരണം? അപ്പോൾ ഭൂമിക പറയാണ്, മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ കൈലാഷ് ഇവിടെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നാട്ടിലുള്ള പെൺകുട്ടി തന്നെയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ജനകനും ദേവികയും പെട്ടെന്ന് ആലോചിക്കുകയാണ്, അതിപ്പോൾ ആരാണ് ഈ നാട്ടിലുള്ള ഒരു പെൺകുട്ടി, അതും കൈലാഷിന് അന്തസ്സിന് യോജിച്ച ഒരു പെൺകുട്ടി? ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അറിവിൽ, ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ബാലൻ്റെ മകൾ, അവൾ ഇവിടെ ഇല്ലല്ലോ, അവൾ വിദേശത്ത് പഠിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ കൈലാഷിൻ്റെ അന്തസ്സിന് യോജിച്ച പെൺകുട്ടി എന്ന് പറയാൻ രുദ്രപ്രതാപൻ്റെ അനിയത്തിയാണ്. ആ പെൺകുട്ടിയും ഇവിടെയില്ല, അവൾ ചെന്നൈയിൽ പോയി പഠിക്കുകയല്ലേ. രുദ്രപ്രതാപൻ്റെ അനിയത്തിയുടെ പേര് ഭദ്ര എന്നാണ്. പക്ഷേ ആ പെൺകുട്ടി അതൊരിക്കലും മോനെ പോലെയുള്ള ഒരാൾക്ക് ചേരില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ അറിവിൽ ആരുമില്ലല്ലോ. കൈലാഷ്, അയ്യോ അങ്കിൾ, ഭൂമിക മാഡം നിങ്ങൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിക പറയണ, ഞങ്ങൾ അവരെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. കൈലാഷ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മകൾ പാർവതിയാണ് എന്ന് പറഞ്ഞതോടുകൂടി ജനകനും ദേവകിയും അങ്ങ് ഞെട്ടിപ്പോവാണ്. ഈ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭൂമികയ്ക്കും കൈലാഷിനും നല്ല ടെൻഷൻ ആവുകയാണ്. ഇവരെങ്ങാനും പറ്റില്ല എന്ന് പറയുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് കൈലാഷ് ഇരിക്കുന്നത്. ഈ സമയം അമ്പലത്തിൽ വെച്ച് ദർശനയുടെ കയ്യിൽ നിന്നും അവർ കൊണ്ടുവന്ന ആ ഒരു പാക്കറ്റ് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഒരു സാരി എടുത്ത് പാർവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, ഇത് എന്തിനാണ് അമ്മ എനിക്കിപ്പോൾ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനിത് പ്രിയനും തുളസിക്കും വേണ്ടി നിശ്ചയത്തിന് വേണ്ടി വാങ്ങിയതാണ്. എന്തുകൊണ്ടും തരാനുള്ള അർഹത നിനക്കാണുള്ളത്. ഈ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഒരിക്കലും നീ എൻ്റെ മരുമകളാവില്ല എന്ന്. പക്ഷേ ഈ അമ്പലത്തിൽ വെച്ച് തന്നെ ഞാൻ ഇപ്പോൾ പറയുന്നു, നീ തന്നെയാണ് എൻ്റെ പ്രിയൻ്റെ ഭാര്യയായി, എൻ്റെ മരുമകളായി വീട്ടിലേക്ക് വരേണ്ടത് എന്ന് പറഞ്ഞതോടുകൂടി പ്രിയനും പാർവതിക്കും ദർശനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് ശോഭ പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു, നീ നിൻ്റെ അമ്മായിയമ്മയായി എന്നെ അംഗീകരിക്കില്ലേ മോളെ എന്ന് ചോദിച്ചതോടുകൂടി പാർവതി പറയണേ, ഞാനിപ്പോൾ ഇവിടെ വെച്ച് പറയുന്നു, എനിക്കൊരു കല്യാണമുണ്ടെങ്കിൽ, എനിക്കൊരു കല്യാണ ജീവിതമുണ്ടെങ്കിൽ അത് പ്രിയൻ ചേട്ടനോടൊപ്പം തന്നെ ആയിരിക്കും. എൻ്റെ ഭാഗ്യമാണ് അമ്മയുടെ മരുമകളാവാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പാർവതിയും പ്രിയനും ശോഭയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അങ്ങനെ ശോഭ അവരെ ഒരുപാട് കാലം നിങ്ങൾ സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. സമയം പാർവതിയുടെ അച്ഛനും അമ്മയും ഭൂമികയോടും കൈലാഷിനോടും പറയുകയാണ്, കൈലാഷിൻ്റെ അന്തസ്സിന് ഒരിക്കലും യോജിച്ച കുടുംബമല്ല ഞങ്ങളുടേത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കൈലാഷിനെ പോലെ ഒരു മരുമകനെ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഒരിക്കലും കൈലാഷിന് പാർവതിയും ഞങ്ങളും കൈലാഷിൻ്റെ മോൻ്റെ അന്തസ്സിന് ഒരിക്കലും യോജിച്ചവരല്ല. ഇത് ഒരിക്കലും ശരിയാവില്ല മോനെ എന്ന് പറഞ്ഞതോടുകൂടി ഭൂമികയ്ക്കും കൈലാഷിനും നല്ല സങ്കടമാവാൻ. അത് കേട്ടും കൊണ്ടാണ് രുദ്രപ്രതാപം വരുന്നത്. അപ്പോൾ രുദ്രപ്രതാപം പറയണ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ജനകമാമ. രുദ്രപ്രതാപൻ കൈലാഷിനെ പരിഹസിച്ചുകൊണ്ട് പറയണേ, നീ എന്ത് കരുതി, നീ വലിയ കാറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണ് ചോദിച്ചാൽ എൻ്റെ ജനകമാമ നിനക്കങ്ങ് കല്യാണം കഴിച്ചു തരുമെന്ന് നീ കരുതിയോ? കാശിനും പണത്തിനോടും ആർത്തി ഇല്ലാത്തവരാണ് എൻ്റെ ജനകമാമ. അവർക്ക് കുടുംബവും അന്തസ്സുമാണ് അവർ നോക്കുക. അവർ പാർവതിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കാണ് ചെയ്തു തരിക, അല്ലാതെ നിനക്കല്ല. അതുകൊണ്ട് നാണം കെട്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ കൈലാഷിന് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ദേവയ്ക്ക് പറയണേ, എന്താണ് നിങ്ങളൊന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ് ഇവൻ അപമാനിക്കുന്നത്. നിങ്ങൾ ഇവനെ ആട്ടി ഇറക്കി വിടുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടാം. അപ്പോൾ ജനകം പറയണേ, രുദ്രപ്രതാപ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബത്തിൽ വന്ന് നീ ഇവിടെ കിടന്ന് ആളാവാനൊന്നും നോക്കണ്ട. നിനക്ക് തരാനുള്ള പണം തന്നു
കഴിഞ്ഞു. ഇനി നീ എൻ്റെ കുടുംബത്തിൽ വന്ന് കാര്യങ്ങൾ പറയാനൊന്നും നീ തീരുമാനിക്കേണ്ട. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം ജനകമാമ. ആദ്യം പെണ്ണ് ചോദിച്ചു വന്ന ഇവരോട് പെണ്ണിനെ തരില്ല എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ഇവരോട് ഇനി ഇറങ്ങിപ്പോവാൻ പറ. എൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയോട് ഇറങ്ങിപ്പോവാൻ പറയാൻ നീ ആരാടാ? എന്ത് ജനകമാമേ എന്നോട് ഇറങ്ങിപ്പോവാൻ പോകുന്നത്? എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പാർവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനല്ലേ? അതോടുകൂടി കൈലാഷ് അങ്ങ് ദേഷ്യത്തിൽ ഒച്ചെടുക്കുകയാണ് കേട്ടോ. നീ മര്യാദക്ക് സംസാരിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ജനകം പറയണം, ഈ മര്യാദക്ക് സംസാരിച്ചോ രുദ്രപ്രതാപ? എൻ്റെ മകൾക്ക് വരനായി വരേണ്ടത് ആരാണെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക, അല്ലാതെ നീയല്ല. എന്നെപ്പോലെ ഒരു വൃത്തികെട്ടവന് ഒരിക്കലും എൻ്റെ മകൾ പാർവതിയെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കില്ല. അതിന് ഒരു യോഗ്യതയും നിനക്കില്ല. എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഞാനാണ് തീരുമാനിക്കുക. വരൻ ആരാണ് വേണ്ടത് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക. കൈലാഷാണ് എൻ്റെ മകൾ പാർവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. എനിക്കതിന് പൂർണ്ണ സമ്മതമാണ്. ഇനി മേലിൽ ഇവിടെ വന്ന് പാർവതിയെ നീയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള വാക്ക് ഇവിടെ വന്ന് മേലിൽ പറഞ്ഞു പോകരുത്. ഇതിന് അവസാന വാക്കാണ്. കൈലാഷാണ് എൻ്റെ മകൾ പാർവതിക്ക് വരനായി പോവാൻ പോകുന്നത്. അതിനെനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്ന് പറഞ്ഞതോടുകൂടി കൈലാഷിനും ഭൂമികയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.